ഹായ്, ഇന്ന് ഡേ 8. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിനകത്ത് സെക്കൻഡ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോ നമുക്ക് നോക്കാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡ്സിനകത്തുള്ള മേജർ ടോപ്പിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നും ഒപ്പം അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനകത്ത് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള വേർഡ് എന്ന് പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. എല്ലാവർക്കും അറിയാം എന്താണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് നമ്മളൊരു വസ്തുവിനെ നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വേഗം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സ്വാഭാവികമായിട്ടും റബ്ബർ ബാൻഡ് പോലെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും അല്ലെ. സോ ആക്ച്വലി അതല്ല ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ആ ഫോഴ്സ് എടുത്ത് മാറ്റുമ്പോൾ തിരിച്ച് ആ ഒബ്ജക്റ്റിന് പഴയ ഷേപ്പിലേക്ക് വരാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കഴിവ്, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറെ ചെളി എടുത്തു, ഓക്കെ, കളിമണ്ണ്. ആ കളിമണ്ണ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇടിച്ച് പരത്തി ഷേപ്പ് ആക്കി. നമ്മൾ കൈ എടുക്കുമ്പോൾ വീണ്ടും അത് പഴയ ഷേപ്പിലേക്ക് വരുമോ? ഇല്ലല്ലോ. അങ്ങനെ തിരിച്ചു വരാൻ കഴിവില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് വാക്കുകൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് സ്ട്രെസ്, ഒന്ന് സ്ട്രെയിൻ. നോക്കാം എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു സ്പ്രിംഗ് എടുക്കുന്നു. ആ സ്പ്രിംഗില് ഞാനൊരു വെയിറ്റ് W കെട്ടി തൂക്കി ഇടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് തുടക്കത്തിൽ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു, അല്ലെ, L എന്ന് പറയുന്ന ലെങ്ത്. ഞാൻ ഈ വെയിറ്റ് തൂക്കിയിടുന്നതും അത് കുറച്ച് സ്ട്രെസ് ആവും, മീൻസ് താഴേക്ക് സ്ട്രെച്ച് ചെയ്യപ്പെടും. ആ സ്ട്രെച്ച് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? കുറച്ച് ഇൻക്രീസ് ചെയ്യും. നമുക്ക് അതിനെ ഡെൽറ്റ L എന്ന് എടുക്കാം. ഓക്കെ, ഒരു ഡെൽറ്റ L ലെങ്ത് അവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഒറിജിനലി അതിന്റെ ലെങ്ത് എത്രയായിരുന്നു? ഒരു L ലെങ്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ലെങ്ത് കൂടി, ഡെൽറ്റ L എന്ന് പറയുന്ന ലെങ്ത് കൂടി. അപ്പൊ നമ്മൾ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു അല്ലെ. അതിനുവേണ്ടി ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. കാരണം അതിന്റെ ഫോം, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. നമ്മൾ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയാൽ അത് വീണ്ടും പഴയ ഷേപ്പിലേക്ക് പോകും. അപ്പൊ ആരാ അതിനെ പഴയ ഷേപ്പിലേക്ക് കൊണ്ടുപോയത്? തിരിച്ച് അയാളെ പഴയ ഷേപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അവിടെയും ഒരു ഫോഴ്സ് വേണ്ടേ? അങ്ങനെ അതിനെ പഴയ ഷേപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. പഴയ ഷേപ്പ് റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡീഫോമിംഗ് ഫോഴ്സും ആക്ച്വലി ഈക്വൽ അല്ലേ? നമ്മൾ എത്രയാണോ പിടിച്ചു വലിക്കുന്നത് തിരിച്ച് അതേ ഫോഴ്സ് കൊടുത്താലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. സോ ഓർത്തിരിക്കുക, റീസ്റ്റോറിംഗ് ഫോഴ്സും ഡീഫോമിംഗ് ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. പിന്നെ എന്തിനാ വ്യത്യാസം? ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് അങ്ങോട്ട്. സോ ദേ ആർ ഡയറക്ഷണലി ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഉണ്ടാകുന്നു എന്നതിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. അത് ഡീഫോമിംഗ് ഫോഴ്സ് ബൈ ഏരിയയ്ക്കും മാഗ്നിറ്റ്യൂഡ് പരമായിട്ട് സെയിം തന്നെയാണ്. സോ ഓർത്തിരിക്കുക, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ഓർ സിംപ്ലി ഫോഴ്സ് ബൈ ഏരിയ. എന്നാൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിന് ആക്ച്വലി ലെങ്ത് L ആയിരുന്നു അല്ലെ, അതിന്റെ ഡയമെൻഷൻ L ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ L കൂടി ഇൻക്രീസ് ചെയ്തു. സോ അതിന്റെ ഡയമെൻഷൻ ലെങ്തില് ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. സോ ആ ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ L. പ്രീവിയസ്ലി എത്രയായിരുന്നു? L. ആ റേഷ്യോയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് പ്രീവിയസ് ഡയമെൻഷൻ, പുതിയ ഡയമെൻഷൻ ബൈ, അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ സ്ട്രെയിൻ ഇവിടെ നമ്മൾ കണക്കാക്കുമ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച്? ഇപ്പൊ എത്ര ഡയമെൻഷൻ ഉണ്ടായ ചേഞ്ച്? ഡെൽറ്റ L ബൈ വാട്ട് വാസ് ദ പ്രീവിയസ്? പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? L ഉണ്ടായിരുന്നു. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ is called strain. Change in dimension by original dimension ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. സ്ട്രെയിൻ ഒരു റേഷ്യോ അല്ലേ? സ്ട്രെയിൻ ഒരു റേഷ്യോ അല്ലേ? റേഷ്യോക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ സ്ട്രെയിനിന് എന്തില്ല? യൂണിറ്റ് ഇല്ല, യൂണിറ്റും ഇല്ല, ഡയമെൻഷൻ ഫോർമുല ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ഫോർമുലയോ യൂണിറ്റോ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവനാണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രെസ് 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് സ്ട്രെസ് ഏതൊക്കെയാണെന്ന് നോക്കിയുള്ളൂ. ഒന്ന് ലീനിയർ സ്ട്രെസ്, 2 വോളിയം സ്ട്രെസ്, 3 ഷിയറിംഗ് സ്ട്രെസ്.
ലീനിയർ സ്ട്രെസ് പേര് തന്നെ ഉണ്ട്, ലെങ്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ആ ലീനിയർ സ്ട്രെസ് കാണാനാണ് നമ്മൾ ഇവിടെ ഫോർമുല എഴുതിയത്, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ആക്ച്വലി ആരാ ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? വെയിറ്റ് അല്ലേ? വെയിറ്റ് നമ്മൾ എം ജി എന്നല്ലേ വിളിക്കുന്നത്? സോ എം ജി ഡിവൈഡഡ് ബൈ, ഇതൊരു ലോങ് വയർ അല്ലേ, വയറിന് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൽ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്നത്, അപ്പൊ പൈ ആർ സ്ക്വയർ. സോ ഇതാണ് ലീനിയർ സ്ട്രെസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് ആൻ ഒബ്ജക്ട്, ഇതിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് കൊടുത്താൽ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് കൊടുത്താൽ അതിന്റെ വോളിയം ചേഞ്ച് ആകും. അകത്ത് നിന്ന് ആണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് കൊടുത്താൽ അതിന്റെ വോളിയം ഇൻക്രീസ് ആകും. സോ എനിവേ വി ഹാവ് ടു ഗിവ് എങ്ങനെയുള്ള ഫോഴ്സ് കൊടുക്കണം? പെർപെൻഡിക്കുലർ ഫോഴ്സ് കൊടുക്കണം. ദാറ്റ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ ഈസ് കോൾഡ് വോളിയം സ്ട്രെസ്. പെർപെൻഡിക്കുലർ ഫോഴ്സിന്റെ വേറൊരു പേരുണ്ട്. എന്താ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര്? ത്രസ്റ്റ് എന്ന് വിളിക്കും. പെർപെൻഡിക്കുലർ ഫോഴ്സിന്റെ മറ്റൊരു പേരാണ് ത്രസ്റ്റ്. ത്രസ്റ്റ് ബൈ ഏരിയ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു? പ്രഷർ. സോ ഓർത്തിരിക്കുക, വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷറിനും ഈക്വൽ എന്ന് പറയാറുണ്ട്. അവിടെ ഉണ്ടായ പ്രഷർ വേരിയേഷൻ എത്രയാണെന്ന് നോക്കിയിട്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് വോളിയം സ്ട്രെസ്. ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. ഏതാണ്? ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഒരു വസ്തുവിലേക്ക് നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നു, നമ്മൾ അതിന് ടാൻജൻഷ്യലി ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചരി, ആംഗിൾ തീറ്റ ചരി. സോ ഇവിടെയാണ് നമുക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഷിയറിംഗ് സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് കാണുന്ന ഫോർമുല ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. 3 തരം സ്ട്രെസ് ഇല്ലേ? അപ്പോൾ 3 തരം സ്ട്രെയിനും ഉണ്ട്. സോ 3 തരം സ്ട്രെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇവിടെ ലീനിയർ സ്ട്രെസ്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ സ്ട്രെയിൻ. സോ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മീൻസ് ലെങ്ത് വൈസ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അടുത്തത് വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. And last one ഏതാ? The last one is shearing strain. Shearing strain എന്ന് പറയുന്നത് it is equal to, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തില്ലേ, so that will be equal to tan theta. So shearing strain ഏതിന് ഈക്വൽ ആയിരിക്കും? tan theta ക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ഡെൽറ്റ എക്സും ഇത് എക്സ് ഇത് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ചെയ്ത് നിങ്ങൾക്ക് tan theta കണ്ടുപിടിക്കുന്ന ഫോർമുല ആയിരിക്കും അതിന് മാറ്റാം. So that is called shearing strain എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഓർമ്മയുണ്ടാകും അല്ലെ? എന്തായിരുന്നു അത്? അത് തന്നെ ഹൂക്സ് ലോ. സോ എന്തായിരുന്നു ഹൂക്സ് ലോ പറയുന്നത്? ഹൂക്സ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിൽ വെച്ചിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൂക്സ് ലോ. ഓർമ്മയുണ്ടാകും അല്ലെ? ഹൂക്സ് ലോ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഗ്രാഫ് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സപ്പോസ് ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ, ഇത് എ എന്ന് പറയുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. ഇത് മറ്റൊരു ഗ്രാഫ് നമ്മൾ ഇങ്ങനെ എടുക്കും. സോ എ എന്നും ബി എന്നും രണ്ട് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഏതിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ബിക്ക് ആയിരിക്കും. ഏതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, ബ്രിട്ടിൽ എന്ന് ചോദിച്ചാൽ അത് എ ആയിരിക്കും. ഏതിനാണ് നമുക്ക് ഡക്റ്റിലിറ്റി കൂടുതൽ വലിച്ചു നീട്ടാൻ സാധിക്കുന്നത്, അത് ബി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ഗ്രാഫ് നോക്കി തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഹൂക്സ് ലോ ബേസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ഹൂക്സ് ലോയിൽ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: stress by strain is equal to a constant. Stress by strain is equal to a constant. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഈ ചാപ്റ്ററിലെ മെയിൻ താരം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള കോൺസ്റ്റന്റിന്റെ പേര്. 3 തരം സ്ട്രെസ് ഇല്ലേ, 3 തരം സ്ട്രെയിൻ ഇല്ലേ, അപ്പൊ 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അറിയപ്പെടുന്ന പേരാണ് യങ്സ് മോഡുലസ്. വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ അറിയപ്പെടുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. ഇനി ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ അറിയപ്പെടുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ്. അപ്പൊ 3 തരം മോഡുലസുകളാണ് ഉള്ളത്: യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. ഇതില് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, യങ്സ് മോഡൽസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല നോക്കൂ. ലീനിയർ സ്ട്രെസ് കാണാൻ നമ്മളൊരു ഫോർമുല പറഞ്ഞല്ലോ, എന്തായിരുന്നു? എം ജി ബൈ
pi r square divided by linear strain കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഡെൽറ്റ എൽ ബൈ എൽ. സ്വാഭാവികമായിട്ടും ഈ എൽ മുകളിലേക്ക് വരില്ലേ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ തിരിയും? സോ y is equal to mgl by pi r square into delta l. സോ ഇങ്ങനെയും ഒരു ഇക്വേഷൻ യങ്സ് മോഡുലസിനെ ഓർത്ത് വെച്ചിരിക്കുക. ഇത് കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമില്ല. അതർവൈസ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ ബൾക്ക് മോഡുലസിനും ഷിയർ മോഡുലസിനും ഒക്കെ നിങ്ങൾക്ക് റിജിഡിറ്റി മോഡുലസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതല്ലാതെ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു വയറിനെ വലിച്ചു നീട്ടുന്നു, അപ്പൊ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും നമ്മൾ പറഞ്ഞല്ലേ, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് നമ്മൾ പറയും. പക്ഷേ ആക്ച്വലി അതിന്റെ റേഡിയസും കുറയുന്നില്ല. എന്നാലും നമ്മളൊരു വയറിനെ വലിച്ചു നീട്ടുമ്പോ സ്വാഭാവികമായിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ റേഡിയസ് കുറയുന്നില്ലേ. അവിടെയും അപ്പൊ ഒരു പുതിയൊരു സ്ട്രെയിൻ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്ട്രെയിനിനെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ. അപ്പോ ഈ ട്രാൻസ്വേഴ്സ് സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും, അപ്പൊ രണ്ടു തരം സ്ട്രെയിനുകളാണ് നമ്മളൊരു വസ്തുവിന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. സോ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ divided by longitudinal strain. The negative of this is called Poisson's ratio. So Poisson's ratio sigma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഫോർമുല മൈനസ് ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. സപ്പോസ് ഡയമീറ്റർ ഡി ആണെങ്കിൽ ഡെൽറ്റ ഡി ബൈ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ, ഇങ്ങനെയും നമ്മൾ എഴുതാറുണ്ട്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. തിയററ്റിക്കലി സിഗ്മയുടെ വാല്യൂ -1 മുതൽ 0.5 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. സോ തിയററ്റിക്കൽ വാല്യൂ ഓഫ് പോയ്സൺസ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് -1 മുതൽ 0.5 വരെയാണ്. പിന്നെ ഈ ചാപ്റ്ററിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രിഡേഴ്സ്, പാലങ്ങളുടെ തൂണ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഗ്രിഡേഴ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഐ ഷേപ്പിൽ ഫിക്സ് ചെയ്യുന്ന കാര്യം, അവിടെ നമ്മൾ സാഗ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയൊക്കെ പഠിക്കുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈറ്റ്, ഒരു മൗണ്ടൈന്റെ ഹൈറ്റ് എത്ര വരെ എർത്തിൽ പോസിബിൾ ആണ്, 10 കിലോമീറ്റേഴ്സ് വരെ പോസിബിൾ ആകുന്നുള്ളൂ. അതും നമ്മൾ ഈ ചാപ്റ്റർ വെച്ച് പഠിക്കുന്ന മറ്റൊരു കേസാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഈ ചാപ്റ്ററിൽ മറ്റൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു മെറ്റൽ റോപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഡയമീറ്റർ എത്രയായിരിക്കണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യങ്സ് മോഡുലസ് കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പൊ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: when a block of mass m is suspended by a long wire of length L, the length of the wire becomes L plus L. The elastic potential energy stored in the extended wire is. അപ്പൊ നമ്മൾ തിയറിയിൽ പറയാതെ പോയൊരു ഫോർമുല ഉണ്ട്, നമുക്കത് ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല U is equal to half into force into change in length എന്നതാണ് ഫോർമുല. മറക്കരുത്, ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല ഹാഫ് എഫ് ഇൻറ്റു ഡെൽറ്റ എൽ എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വയർ ലെങ്ത് എൽ ഉള്ള ഒരു വയർ, അതിലൊരു ബ്ലോക്ക് ഓഫ് മാസ് എം, അപ്പൊ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? mg. സോ ആ വെയിറ്റ് കാരണം ഇത് കുറച്ച് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. എത്ര? ഡെൽറ്റ എൽ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. എങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തത് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. സോ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല നമ്മൾ പറഞ്ഞു U is equal to half into what is the force? ഇവിടെ എത്ര ഇവിടുത്തെ ഫോഴ്സ്? ഇതിന്റെ വെയിറ്റ് അല്ലേ ഇവിടെ ഫോഴ്സ് ഇട്ട് ആക്ട് ചെയ്യുന്നത്. സോ m into g into what is the change in length? അവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്മോൾ ലെറ്റർ എൽ ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് സ്മോൾ ലെറ്റർ എൽ, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എല്ലും ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് സ്മോൾ ലെറ്റർ എൽ എന്ന് കൊടുക്കാം. സോ ആൻസർ എത്രയെന്ന് കിട്ടും? mgl by 2. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഹാഫ് mgl എന്നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ, ഹാഫ് mgl. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: two wires are made of the same material and have the same volume. The first wire has cross-sectional area A and second wire has cross-sectional area 3A. If the wire of the first wire is increased by delta L on applying a force F, how much force is needed to stretch the second wire by the same amount? So ഇവിടെ ക്വസ്റ്റ്യൻ രണ്ട് വയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്.
ഇപ്പൊ രണ്ട് വയറുകളുണ്ട്, ഫസ്റ്റ് വയർ ആൻഡ് ദി സെക്കൻഡ് വയർ. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മെറ്റീരിയൽ സെയിം ആണ്. സോ ഇവിടുത്തെ യങ്സ് മോഡുലസും ഇവിടുത്തെ യങ്സ് മോഡുലസും സെയിം ആയിരിക്കും. ആൻഡ് സെയിം വോളിയം, അപ്പൊ ഇവിടുത്തെ വോളിയവും സെയിം ആയിരിക്കും. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇവിടെ എ ആണ്, ബട്ട് ഇവിടെ 3a ആണ്. സോ ദർ ഇസ് ചേഞ്ച് ഇൻ ഏരിയ. ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോ ഇവിടുത്തെ ലെങ്തിലെ ചേഞ്ച് ഡെൽറ്റ എൽ ലെങ്ത് ഇവിടെ ചേഞ്ച് ആയി. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കും, ഇതിന് F1 ഫോഴ്സ് എന്നും ഇതിന് F2 ഫോഴ്സ് എന്നും കൊടുക്കാം. എങ്കിൽ ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് കൊടുത്താൽ ഈ പറഞ്ഞ ഡെൽറ്റ എൽ എന്ന് പറയുന്ന അതേ ലെങ്ത് ചേഞ്ച് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ അതേ ലെങ്ത്തിന്റെ ഇൻക്രീസ് തന്നെ ഇവിടെയും കിട്ടും എന്നതാണ് ചോദ്യം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ y കാണാനായിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ സ്ട്രെസ് കാണുന്ന ഫോർമുല. സോ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. സോ അവിടെ എൽ മുകളിലേക്ക് കയറും. സോ അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഈ എ ഇങ്ങോട്ട് വരും അല്ലെ. സോ y ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. നോക്കൂ, നമുക്ക് വോളിയം എന്ന ടേം ഇവിടെ തന്നിട്ടുള്ളത്. വോളിയം എന്ന ടേം ഇവിടെ നമുക്ക് കൊണ്ടുവരണം. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ. ആ ലെങ്ത് ഇവിടെ ഉണ്ടല്ലോ. സോ ലെങ്ത്തിന്റെ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോ വോളിയം ബൈ ഏരിയ എന്ന് പറയും. അപ്പൊ ലെങ്തിന് പകരം നമുക്ക് വോളിയം ബൈ ഏരിയ എന്ന് കൊടുക്കാം. സോ എല്ലിന് പകരം വി ബൈ എ. സ്വാഭാവികമായിട്ടും ബൈ എ മുകളിലേക്ക് വരും. സോ ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്. സോ ഈ എയും കൂടെ എ ഇൻറ്റു എ ഇസ് എ സ്ക്വയർ. സോ വൈ എ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ വി എന്ന് വരും. അപ്പൊ ഇപ്പുറത്തെ ഈ സൈഡിലെ ഫോഴ്സ് F1. അപ്പൊ F2 കാണുന്ന ഫോർമുല എങ്ങനെ വരും? F2 കാണുന്ന ഫോർമുല y ഇൻറ്റു ഏരിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന് A1 ഏരിയ എന്നും ഇതിന് A2 ഏരിയ എന്നും. അപ്പൊ A2 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ വി. കാരണം ബാക്കിയെല്ലാം വൈയും ഡെൽറ്റ എല്ലും വിയും എല്ലാം സെയിം ആണ്, രണ്ട് സൈഡിലും സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് F1 ഉം F2 കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, F1 ബൈ F2 കാണാം. F1 ബൈ F2 ഇസ് ഈക്വൽ ടു ഈ ഇത്രയും ഇക്വേഷൻ ഡിവൈഡ് ബൈ ഇത്രയും ഇക്വേഷൻ. സ്വാഭാവികമായിട്ടും y ക്യാൻസൽ ആകും. Then delta L cancel ആകും. Vയും cancel ആകും. അങ്ങനെയെങ്കിൽ what is remaining? A1 square by A2 square. What is A1? A1 നമുക്ക് A എന്ന് എടുക്കാം. So is equal to A square divided by what is area here? Here രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് 3a ആണ്. So 3a the whole square എന്ന് വരും. That is a square by 9a square. So by a square cancel. The answer will be 1 by 9. അപ്പോ F2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. So F2 is equal to 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈഡ് ആവും. So 9 into F1. അപ്പൊ ആദ്യത്തെ ഫോഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് F എന്ന ഫോഴ്സ്. അപ്പൊ F1 ഫോഴ്സ് F ആണെങ്കിൽ F2 ഫോഴ്സ് എത്രയായിരിക്കും? 9F ആയിരിക്കും. 9F എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഒന്നാമത് തന്നെ 9F എന്നാണ് ഓപ്ഷൻ കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bulk modulus of a spherical object is B. If it is subjected to uniform pressure P, the fractional decrease in radius is. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റിന്റെ ബൾക്ക് മോഡുലസ് ബി ആണ്. അതിലേക്ക് ഒരു പ്രഷർ പി അപ്ലൈ ചെയ്തു. സോ അപ്പൊ അവിടെ ഉണ്ടാകുന്ന റേഡിയസിലുള്ള ഫ്രാക്ഷണൽ ചേഞ്ച് എത്രയാണെന്ന്. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ആർ ബൈ ആർ. ആർ ആണ് റേഡിയസ് എങ്കിൽ. ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ വോളിയത്തിന്റെ ആദ്യം നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല V is equal to 4/3πr³. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ആർ. അങ്ങനെ നമുക്ക് എഴുതാം dV by dr is equal to 4/3 into pi into r³ നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3r² എന്ന് വരും. ഈ 3യും ക്യാൻസൽ ആകും. സോ യു വിൽ ഗെറ്റ് 4πr². ഇവിടെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടില്ല. സോ യു ക്യാൻ ടേക്ക് സ്മോൾ ആർ. Then അങ്ങനെയെങ്കിൽ what is dV? ഈ dr ഇങ്ങോട്ട് വരും അല്ലെ. is equal to 4πr² into dr. So അങ്ങനെയെങ്കിൽ what is dV by v? dV ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4πr² dr divided by what is v? വോളിയം കാണുന്ന ഫോർമുല ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. 4/3πr³. സ്വാഭാവികമായിട്ടും 4 ക്യാൻസൽ ആകും, പൈ ക്യാൻസൽ ആകും, r² r³ ക്യാൻസൽ ആകും. Then ഈ 3 മുകളിലേക്ക് വരും. So the answer will be 3dr by r എന്ന് കിട്ടും.
സോ dv/v നമുക്ക് 3dr/r എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബൾക്ക് മോഡുലസ് കാണുന്ന ഇക്വേഷൻ. എന്താ ബൾക്ക് മോഡുലസ് കാണുന്ന ഇക്വേഷൻ? B is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നല്ലേ. അപ്പോ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാല് അത് ഏതിന് ഈക്വൽ ആണ്? പ്രഷറിന് ഈക്വൽ ആണ്. സോ പ്രഷർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അതാണല്ലോ വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു ഓൾറെഡി dv/v നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? P ബൈ dv/d പകരം 3dr/r. ഇത് ഏതിന് ഈക്വൽ എന്നാ? ബിക്ക് ഈക്വൽ എന്നാണ് നമ്മൾ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് dr/r അല്ലെങ്കിൽ ഡെൽറ്റ r/r, ചേഞ്ച് ഇൻ റേഡിയസ് ബൈ r. ആ ചേഞ്ച് ഇൻ റേഡിയസ് ബൈ r ലെ ദാ കിടക്കുന്നത് ആണല്ലോ. അപ്പൊ ഇത്രയും ടേമിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് b യെ താഴേക്ക് കൊണ്ടുവരാം. സോ dr/r വിൽ ബി ഈക്വൽ ടു ഈ b താഴേക്ക് വരില്ലേ, p ബൈ 3b. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കിയേ. p ബൈ 3b. Yes, there is മൂന്നാമത്തെ ഓപ്ഷൻ. സോ തേർഡ് ഓപ്ഷൻ P ബൈ 3b ആണ്. ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വർഷം ഒരു ക്വസ്റ്റ്യൻ വീതമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും, വളരെ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് യു വിൽ ഗെറ്റ് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നീറ്റ് എൻട്രൻസിന് കിട്ടുകയും ചെയ്യും, കീം പരീക്ഷയ്ക്കും കിട്ടുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. എല്ലാവർക്കും ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളാണ് കൂടെ വേണ്ടത്, നിങ്ങളാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷയ്ക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങളുടെ പഠനത്തോടൊപ്പം ഞാനും കൂടെ കാണും.